ബിഗ് ബോസ് മലയാളം സീസൺ 8നെ ബന്ധപ്പെട്ടുകൊണ്ട് കോമണേഴ്സ് എൻട്രിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. യൂട്യൂബിലിടുന്ന വീഡിയോസിന് താഴെ കമന്റുകളായിട്ടും ബിഗ് ബോസിനെ ബന്ധപ്പെട്ട് വരുന്ന ഗ്രൂപ്പുകളിലും ഒത്തിരി മെസ്സേജസ് ആണ് വരുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ എത്ര കോമണേഴ്സ് ഉണ്ടാവും, ഇനിയും കോമണേഴ്സ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നൊക്കെ. തീർച്ചയായിട്ടും ഇനിയും കോമണേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള പുതിയൊരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് വൈറ്റ് ഗോൾഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ സ്പോൺസർമാരിൽ ഒരാളായിട്ടുള്ള വൈറ്റ് ഗോൾഡിന്റെ പുതിയൊരു അഡ്വർടൈസ്മെന്റ് വന്നിട്ടുണ്ട്. അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്രയാണ് ഈ ഒരു അഡ്വർടൈസ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് ഒരു കോമണർ എൻട്രിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ വൈറ്റ് ഗോൾഡിന്റെ ബാനറിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് ഒരു കോമണർ ആയിട്ട് പോകാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഇപ്പൊ ലക്ഷ്മി നക്ഷത്ര ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ പറയുന്ന പോലെ വൈറ്റ് ഗോൾഡിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ടാഗ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ 3 മിനിറ്റിൽ താഴെയുള്ള ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു കോമണർ ആയിട്ട് പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ വൈറ്റ് ഗോൾഡിനെ ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്യണം. അതിനുശേഷം വൈറ്റ് ഗോൾഡിന്റെ സൈറ്റിൽ കയറിയതിനു ശേഷം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം വീഡിയോന്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് അവർ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്തതിനു ശേഷം അത് സബ്മിറ്റ് ചെയ്യാം. നിങ്ങളുടെ വീഡിയോ വൈറ്റ് ഗോൾഡിന്റെ സൈറ്റിൽ ചെല്ലുന്നതായിരിക്കും. അതിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് വ്യക്തികളെ അവർ വിളിക്കാനും കോമണേഴ്സ് ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. അതിലുപരി ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് നേരിട്ട് അഗ്നിപരീക്ഷയിലേക്ക് കോമണേഴ്സ് ആയിട്ട് വിളിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഏകദേശം 45ഓളം പേരെ അഗ്നിപരീക്ഷയിൽ പങ്കെടുപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നും ഏകദേശം 3 പേരെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെ ജഡ്ജസ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ടോട്ടൽ 6 പേരെ കോമണേഴ്സ് ആയിട്ട് ബിഗ് ബോസ് ഡയറക്റ്റ് സെലക്ട് ചെയ്യുകയും 3 പേരെ ഈ പറയുന്നത് പോലെ കോമണേഴ്സ് ആയിട്ട് സ്പോൺസേഴ്സ് സെലക്ട് ചെയ്യുന്നതുമായിരിക്കും. ഇതിനു മുമ്പ് നമ്മുടെ അനീഷേട്ടന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിലൂടെയും കോമണേഴ്സ് ആയിട്ട് സെലക്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് കൊടുത്തിരിക്കുന്നത് മൈജി ഫ്യൂച്ചർ എന്ന ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ മെയിൻ സ്പോൺസേഴ്സ് ആണ്. അപ്പോൾ ടോട്ടൽ ആയിട്ട് അഗ്നിപരീക്ഷയിലൂടെ സെലക്ട് ആവാൻ പോകുന്ന 6 കോമണേഴ്സും സ്പോൺസേഴ്സിന്റെ ഭാഗത്തു നിന്ന് സെലക്ട് ആവുന്ന 3 കോമണേഴ്സും ടോട്ടൽ 9ഓ 10ഓ കോമണേഴ്സ് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ പങ്കെടുക്കും എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് കോമണേഴ്സ് വാസസ് സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ പോരാട്ടമായിരിക്കും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ഈ പ്രാവശ്യം ഒരു 10ഓ 9ഓ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ബിഗ് ബോസിലേക്ക് ആദ്യത്തെ എൻട്രി 18 പേർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ പകുതി പേര് കോമണേഴ്സും പകുതി പേര് സെലിബ്രിറ്റി കണ്ടസ്റ്റൻസും ആയിരിക്കും. ദെൻ ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് ടോട്ടൽ 20 പേർക്കാണ് ഫസ്റ്റ് എൻട്രി കൊടുക്കുന്നതെങ്കിൽ 10 കോമണേഴ്സും 10 സെലിബ്രിറ്റി കണ്ടസ്റ്റൻസും ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് ഫസ്റ്റ് ടൈം കയറാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈറ്റ് ഗോൾഡിന്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഈ ഒരു കോമണേഴ്സ് എൻട്രിക്ക് യോഗ്യത നേടാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന അഗ്നിപരീക്ഷയും മറ്റുള്ള കോമണേഴ്സ് എൻട്രിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് വൈറ്റ് ഗോൾഡിന്റെ ബാനറിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് ഒരു കോമണർ ആയിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കോമണേഴ്സിനെ വിളിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്. സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിനെ ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ് അടുത്ത നാളുകളിലൊക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽസ് കുറച്ചുകൂടി കളക്ട് ചെയ്യാനായിട്ടുണ്ട്. ദെൻ ഈ പറയുന്ന കോമണർ എൻട്രി ബന്ധപ്പെട്ടുകൊണ്ട് അഗ്നിപരീക്ഷയിലേക്ക്, അതായത് ബിഗ് ബോസ് ഡയറക്റ്റ് സെലക്ട് ചെയ്യുന്ന അഗ്നിപരീക്ഷയിലേക്ക് സെലക്ഷൻ കിട്ടിയവർ ഏറ്റവും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് നിങ്ങളുടെ മുഴുവൻ എഫേർട്ടും ആ ഒരു ഇതിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന പോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് ആക്റ്റീവായിട്ട് നിങ്ങളുടെ സ്വന്തം സ്വഭാവത്തിൽ നിൽക്കുക. അഭിനയിച്ച് നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഈ പറയുന്ന പോലെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഫെയിലിയർ ആയി പോകും. ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് നിങ്ങളുടെ സ്വഭാവം എന്താണോ, നിങ്ങളുടെ ടാലൻസ് എന്താണോ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവ് ആണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് അഗ്നിപരീക്ഷയുടെ ഓരോരോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടുന്ന രീതിയിൽ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക. ഈ പറയുന്ന പോലെ കോമണർ ആയിട്ട് ഡയറക്റ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് സെലക്ട് ചെയ്യുന്നത് ഈ പറയുന്ന സ്പോൺസേഴ്സ് ആയിരിക്കും. അവർക്ക് ഏകദേശം ഒരു 3 പേർക്കൊക്കെ അവസരം കിട്ടും. അതിനകത്ത് ഏറ്റവും പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വൈറ്റ് ഗോൾഡിന്റെ ബാനറിൽ ഇനിയും ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് കോമണർ ആയിട്ട് നിങ്ങൾക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുക, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുക, വൈറ്റ് ഗോൾഡിന് ടാഗ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അവരുടെ സൈറ്റിൽ കയറുക, നിങ്ങളുടെ വീഡിയോന്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക, ആ ഒരു ഫോം ഫില്ല് ചെയ്യുക. അതിനുശേഷം ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് ഒരു കോമണർ ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഈ പറയുന്ന സാധ്യത നേടുക.
അപ്പോൾ മറ്റുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്